കഴിഞ്ഞു. അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാകുന്നൊരു പദ്ധതിയാണ് സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതി. അതിൻ്റെ ഭാഗമായി ആദ്യം എത്തി എന്നതാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനെ വ്യത്യസ്തമാക്കുന്നത്. ലോണ് ഓവർഡ്യൂ ആയി കിടക്കുന്ന മുഴുവൻ ആളുകളും അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സുവർണ അവസരം അത് ഉപയോഗപ്പെടുത്തി അത് ബാങ്കിനോട് സഹകരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ പലിശ ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളോടെ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി അദാലത്ത് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന അദാലത്ത് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന സഹകരണ ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. കേരള സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ 29, 30 തീയതികളിലായി പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പി ഷാജി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്ന അദാലത്ത് ഒരുപാട് പേർക്ക് ആശ്വാസമാണെന്ന് ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പെരിന്തൽമണ്ണയിലെ ഏറ്റവും മികച്ച രൂപത്തിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ബാങ്കാണ്. അവരെ ഒരുപാട് ആളുകൾ ലോൺ എടുത്തിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി കഴിഞ്ഞു. അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാകുന്നൊരു പദ്ധതിയാണ് സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതി. അതിൻ്റെ ഭാഗമായി ആദ്യം എത്തി എന്നതാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനെ വ്യത്യസ്തമാക്കുന്നത്. വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങി പ്രതിസന്ധിയിലായി പോയവർക്കായി ഇത്തരത്തിലൊരു സേവന പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഏക ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. കുടിശ്ശികയായ 40% വരുന്ന മുഴുവൻ ലോണുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ കുറയ്ക്കുന്നതിനായാണ് കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനായി അദാലത്ത് സംഘടിപ്പിച്ചത്. മറ്റ് ബാങ്കുകളൊന്നും ചെയ്യാത്ത ഒരു പരിപാടിയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ബാങ്കിൻ്റെ 40% വരുന്ന ഓവർഡ്യൂ അത് കുറക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ബാങ്കിൻ്റെ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവർഡ്യൂ ആയ മുഴുവൻ ലോണുകളും വീടുകളിൽ പോയി കത്ത് കൊടുത്ത് അദാലത്തിൽ പങ്കെടുപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടന്ന അദാലത്തിൽ 250ഓളം ആളുകൾ പങ്കെടുത്തു. കുടിശ്ശിക ഒഴിവാക്കുന്നതിനായി പലിശ പരമാവധി കുറച്ച് വായ്പ ഒറ്റത്തവണ തീർപ്പാക്കാൻ ഫെബ്രുവരി 28 വരെയാണ് ആളുകൾക്ക് സമയം നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 28-ാം തീയതി വരെ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കേരള സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അത് ഈ ലോണ് ഓവർഡ്യൂ ആയി കിടക്കുന്ന മുഴുവൻ ആളുകളും അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സുവർണ അവസരം അത് ഉപയോഗപ്പെടുത്തി അത് ബാങ്കിനോട് സഹകരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചടങ്ങിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, KPCC സെക്രട്ടറി V ബാബുരാജ്, സെക്രട്ടറി കാരാടൻ നാസർ, ശശിധരൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സുരാദേവി, P അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, അജിത് കുമാർ, ഹനീഫ പടിപ്പുര, സുൽഫത്ത് ബീഗം, റജീന അൻസാർ, മറ്റ് ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.